ഹലോ കൂട്ടുകാരെ, ഇത് സ്മിത എന്ന് പറയുന്ന സ്റ്റോറിയുടെ 3-ാം ഭാഗമാണ്. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി മുഷിപ്പിക്കാതെ കഥയിലേക്ക് പോയാലോ? സ്മിത ചേച്ചി പോയി കഴിഞ്ഞ് കുറച്ച് സമയം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ആ സമയമായിരുന്നു അമ്മയും അച്ഛനും വന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്നു. ആ സമയത്ത് എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ എടുത്ത് നോക്കി. അതൊരു അൺനോൺ നമ്പറായിരുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി അത് സ്മിത ചേച്ചി തന്നെയാണെന്ന്. എടാ, നീ ഇങ്ങോട്ട് വരുമോ എന്നായിരുന്നു അതിനകത്ത് ചോദിച്ചത്. പുറത്ത് നല്ല മഴയുണ്ട്, പിന്നെ തൊട്ടപ്പുറത്തേക്ക് പോയാൽ മതിയല്ലോ. എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും സ്മിത ചേച്ചി രാത്രി വിളിക്കുന്നത്, വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. സമയം അപ്പോഴേക്കും 10 മണി കഴിഞ്ഞിരുന്നു. അതൊരു ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ ഒരു 10 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നാരും അതുവഴി വരാറില്ല. വീടിന് പുറത്തേക്കിറങ്ങിയാൽ തൊട്ടടുത്ത് തോടും പിന്നെ പുഴയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അധികം ആൾതാമസം കുറഞ്ഞൊരു ഏരിയ തന്നെയായിരുന്നു ഞങ്ങളുടേത്. സമയം അപ്പോൾ 10 മണി കഴിഞ്ഞത് കൊണ്ട് തന്നെ ഏകദേശം 9 മണിയാകുമ്പം എല്ലാവരും കിടന്നുറങ്ങുന്ന ഒരു വീടായിരുന്നു എൻ്റെത്. അതുകൊണ്ട് തന്നെ സ്മിത ചേച്ചിയുടെ ആ ഒരു മെസ്സേജ് വന്നത് 10 മണി കഴിഞ്ഞിട്ടാണ്. ഞാൻ പതുക്കെ ആ ഒരു സമയത്ത് പുറത്തേക്കിറങ്ങി. വീട്ടിലാണെങ്കിൽ എല്ലാവരും കൂർക്കം വലിച്ച് കിടന്നുറക്കം. ആ ഒരു അവസ്ഥ തന്നെയായിരിക്കും സ്മിത ചേച്ചിയുടെ വീട്ടിലും. എന്നാലും എന്തിനായിരിക്കും ചേച്ചി ഈ ഒരു സമയത്ത് വിളിച്ചത്? ആ ഒരു കാര്യം ഞാൻ മനസ്സിലാലോചിച്ചു. ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഉമ്മർത്ത് വെട്ടം തീരെയില്ലായിരുന്നു. പക്ഷേ അടുക്കള വശത്ത് നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ പതുക്കെ അവിടേക്ക് നടന്നു. ആ സമയത്ത് എന്നെ നോക്കി നിൽക്കുകയായിരുന്നു സ്മിത ചേച്ചി. ഞാൻ വീട്ടിലെ കുടയും എടുത്തുകൊണ്ട് പതുക്കെ ആ ഒരു സ്ഥലത്തേക്ക് നടന്നായിരുന്നു. എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും, അല്ലാതെ ഒരിക്കലും സ്മിത ചേച്ചി എന്നെ അങ്ങനെ വിളിക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ വെള്ളം വെട്ടിവിടാനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോരിക്കളയാനോ അങ്ങനെയെങ്കിലും ആവശ്യങ്ങൾ വരുന്നിട്ടായിരിക്കും. ആ സമയത്ത് സ്മിത ചേച്ചിയുടെ അമ്മായിയമ്മ നേരത്തെ കിടന്നുറങ്ങിയിരുന്നു. അതെനിക്ക് നേരത്തെ തന്നെ അറിയാം. അവിടേക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവരും 9 മണി അല്ലെങ്കിൽ 10 മണിയാണ് മാക്സിമം. അതിനുള്ളിൽ കിടന്നുറങ്ങുമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ സ്മിത ചേച്ചി മാത്രം ആ ഒരു സമയത്ത് ഉറങ്ങിയതേയില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് സ്മിത ചേച്ചി എന്നെ കാത്തു നിൽക്കായിരുന്നു. ഞാൻ അവിടേക്ക് നടക്കുമ്പോൾ എന്നെ കൈകൊട്ടി ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, ഇവിടെ എവിടെയെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ അതിലേക്കൂടെ നടന്നു. ഒരു മതിലിൻ്റെ അരിവും മൂലയും ഒന്ന് തട്ടാതെയും മുട്ടാതെയുമാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് സ്മിത ചേച്ചിയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് ചെല്ലുന്നത് ഒരു കളിയാക്കൽ പോലെ ഇങ്ങനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയായിരുന്നു എന്നെ പരിഹസിക്കുമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ അവിടേക്ക് ചെന്ന് കയറി ആദ്യം തന്നെ ചോദിച്ചു, എന്തിനാ എന്നെ ഈ ഒരു സമയത്ത് വിളിച്ചത് എന്നുള്ള കാര്യം. പെട്ടെന്ന് ആ ഒരു ചോദ്യം കേട്ട് തന്നെ സ്മിത ചേച്ചി പെട്ടെന്ന് തന്നെ എന്നോട് ചോദിച്ചു, നിനക്കെന്താ ബുദ്ധിമുട്ടായോ ഞാൻ വിളിച്ചത്? അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കെന്ത് ബുദ്ധിമുട്ട്, ഞാൻ അവിടെ ചുമ്മാ ഇരിക്കല്ലേ, പിന്നെ രാത്രിയാകുമ്പോൾ കുറച്ച് സമയമാവും ഉറങ്ങാനൊക്കെ. അപ്പം ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരുന്നതേ ഉള്ളൂ. പിന്നെ ചേച്ചി വിളിക്കുമ്പോൾ അതെനിക്ക് ഒഴിച്ച് കളയാൻ പറ്റില്ലല്ലോ. ഈ രാത്രി വേറെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും വിളിച്ചാൽ ഞാൻ മൈൻഡ് ചെയ്യില്ല, പക്ഷെ ചേച്ചി ആയതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നു എന്ന് ഞാൻ മറുപടി പറയുമ്പോൾ സ്മിത ചേച്ചിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്നെ കളിയാക്കി ചിരിക്കുന്ന സ്മിത ചേച്ചി ആ ഒരു സമയത്ത് മാത്രം എന്നെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാനെന്താ പറയുന്നത്, ഞാനെന്താ പ്രവർത്തിക്കുന്നത്, അതൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ എന്ന പോലെ സ്മിത ചേച്ചിയുടെ മുഖത്ത് എനിക്ക് ഫീൽ ചെയ്തു. ഞാനങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് സ്മിത ചേച്ചി പറഞ്ഞു, നിനക്ക് ബുദ്ധിമുട്ടായെങ്കിൽ നീ തിരിച്ചു പൊക്കോ, ഞാൻ വിളിച്ചിട്ടുമില്ല, നീ ഇങ്ങോട്ട് വന്നിട്ടുമില്ല, അത്രമാത്രം കരുതിയാൽ മതി. അത് പറയുമ്പോൾ ഞാൻ സ്മിത ചേച്ചിയുടെ കണ്ണിൽ തന്നെ നോക്കി പറഞ്ഞു, നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ വേണോ എന്ന് ചോദിക്കുമ്പോൾ സ്മിത ചേച്ചി പറഞ്ഞു, എന്താ അങ്ങനെയൊന്നും വേണ്ടേ? അങ്ങനെയൊന്നും വേണ്ട, ഞാൻ തിരിച്ചുകൊണ്ട് അതേപോലെ തന്നെ മറുപടി പറഞ്ഞു. ഞാനിപ്പോൾ ഈ രാത്രി നിന്നെ വിളിച്ചത് എനിക്ക് കുറച്ച് സംസാരിക്കാനൊക്കെ തോന്നിയിട്ടാണ്. അത് നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് സംസാരിക്കാൻ തോന്നി. ഈ ഒരു രാത്രിയിലെ മഴയത്ത് ആരുടെയെങ്കിലൊക്കെ സംസാരിച്ചിരിക്കാൻ ഒരു പ്രത്യേക രസമാണല്ലോ എന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ സ്മിത ചേച്ചിയെ ഒന്ന് നോട്ട് ചെയ്തു. അതുവരെ സംസാരിച്ചിരുന്ന ഒരു സ്ലാങ്ങോ കാര്യങ്ങളോ ആയിരുന്നില്ല.
ആ സമയം സ്മിത ചേച്ചി സംസാരിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെ, എന്നാൽ ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് അടുത്തതുപോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. സ്മിത ചേച്ചി അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ അതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഒരു കുറുമ്പ് എന്നതുപോലെ സ്മിത ചേച്ചി എന്നോട് ചോദിച്ചു, നിനക്ക് ഈ മഴയത്ത് കുളിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മഴയത്ത് കുളിക്കാൻ ആർക്കാ ചേച്ചി ഇഷ്ടമല്ലാതെ? എന്നെങ്കിൽ പിന്നെ നമുക്കിപ്പോൾ ഇറങ്ങിയാലോ മഴയത്തോട്ട്? നിനക്കെന്താ ഓക്കെ ആണോ ഞാൻ ഇറങ്ങുന്നതിൽ? അത് പറയുമ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഇറങ്ങാം, കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ചിലപ്പോൾ പനി പിടിക്കും കേട്ടോ എന്ന് പറയുമ്പോൾ ചേച്ചി എന്നെ ഒന്ന് പുച്ഛിച്ച് പറഞ്ഞു, നീ ഇപ്പോഴും ഒരു ഇള്ള കുഞ്ഞല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പനിയൊക്കെ പെട്ടെന്ന് വരുന്നത്. നീ മഴയത്തോട്ട് ഇറങ്ങി നോക്ക്. നമ്മുടെ ഈ രാത്രിയിലെ മഴയത്ത് ടെറസിൻ്റെ മേളിൽ കയറി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്, അത് അറിഞ്ഞിരിക്കണം എൻ്റെ പൊന്നുമോനെ, അത് വല്ലാത്തൊരു ഫീലാണ്. ആ ഒരു കാര്യം സ്മിത ചേച്ചീൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്കും അതൊന്ന് അറിയാനുള്ള കൊതി എനിക്ക് തോന്നി. പതുക്കെ പതുക്കെ ഞാനും സ്മിത ചേച്ചിയോട് പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ നമുക്ക് ടെറസിൻ്റെ മേളിൽ കയറുന്നാലോ ഈ ഒരു സമയത്ത്? പെട്ടെന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് ഒന്ന് തീക്ഷ്ണമായിട്ട് നോക്കി, നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? പിന്നെ മേളിൽ കയറുന്ന സമയത്ത് പിന്നെ നീ അതും ഇതൊന്നും പറഞ്ഞേക്കരുത്. സ്മിത ചേച്ചി അതെന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ സ്മിത ചേച്ചിയോട് തന്നെ തിരിച്ചു ചോദിച്ചു, ഞാനെന്ത് പറയാനാ? അല്ല, നീ വൈകുന്നേരം വീട്ടിലേക്ക് വന്ന സമയത്ത് നീ തന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് കുളിരാണെന്നോ മറ്റാണെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ എൻ്റെ പൊന്നെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം അതൊന്നുമില്ല, എല്ലാം സ്മിത ചേച്ചിക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചു. ചേച്ചിയുടെ ആഗ്രഹം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാം എന്ന് ഞാൻ സ്മിത ചേച്ചി എടുത്ത് പറയുമ്പോൾ സ്മിത ചേച്ചി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഒരു മുത്താണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, എന്തിനും ഒരു കമ്പനിയും പിന്നെ എന്തും സംസാരിക്കാനും പിന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും നിന്നോട് ഒരു കംഫർട്ട് ഫീലിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ആഗ്രഹങ്ങളൊന്നും സാധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്മിത ചേച്ചി ഞാനും കൂടെ നേരെ ടെറസിൻ്റെ മേളിലേക്ക് വിട്ടു. ആദ്യം കയറിയ സ്മിത ചേച്ചി തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ പതുക്കെയാണ് നടന്നു കയറുന്നത്. ആ ഒരു സ്റ്റെയറിൽ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരെ കയറി സ്മിത ചേച്ചി ഒന്ന് തെറ്റി പെട്ടെന്ന് താഴേക്ക് വീഴുന്ന പോലെ ഒന്ന് ആഞ്ഞു. ഞാൻ പെട്ടെന്ന് സ്മിത ചേച്ചി പിടിച്ചു നിർത്തി. സ്മിത ചേച്ചി പെട്ടെന്ന് ഒന്ന് ആഞ്ഞു നിൽക്കുകയായിരുന്നു. ഞാൻ പതുക്കെ പതുക്കെ സ്മിത ചേച്ചിയെ മുകളിലേക്ക് പിടിച്ച് അങ്ങോട്ട് നടന്നു. ശേഷം ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ കാലം തെറ്റുന്നുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ അവിടെ ഇവിടെയൊക്കെ സ്ലിപ്പായിട്ട് വീഴുന്നുണ്ട്, ആ ഒരു രീതിയിലൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ പതുക്കെയാണ് നടന്നത്. നടന്ന് ഒടുവിൽ ഞങ്ങൾ ആ ഒരു ടെറസിൻ്റെ മേളിലേക്ക് കയറി. അവിടെ ഞാൻ മൊത്തത്തിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് മൊത്തം ഇരുട്ടാണെങ്കിൽ പോലും ചെറിയ ചെറിയ മിന്നൽ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ആദ്യം നോക്കിയത് ഞാൻ സ്മിത ചേച്ചിയുടെ ചിരി തന്നെയായിരുന്നു. ആ ഒരു ടെറസിൻ്റെ മേളിൽ കയറിയിട്ട് മഴയുടെ ആ ഒരു തണുപ്പിൽ അങ്ങനെ ചിരിച്ച് നിൽക്കുന്ന സ്മിത ചേച്ചിയെ മിന്നലിൻ്റെ വെളിച്ചത്തിൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ പുറത്ത് ആ ഒരു ടെറസിൻ്റെ മേളിലേക്ക് ചെറിയ ചെറിയ കിളിച്ചുണ്ടും മാമ്പഴവും പിന്നെ പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ അവിടെ വീണ് കിടപ്പുണ്ട്. ഞാൻ പതുക്കെ ആ ഒരു ടെറസിൻ്റെ മേളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് സ്മിത ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ചെക്ക ഇങ്ങനെ കിടന്ന് ഓടല്ലേ, നീ ഒന്ന് തെന്നി വീണ് കഴിഞ്ഞാൽ ഇവിടെ കിടക്കത്തേ ഉള്ളൂ എന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഉണ്ടല്ലോ എന്നെ പിടിക്കാൻ, പിന്നെ ഞാനതിനെ പേടിക്കണ്ടേ എന്ന് പറയുമ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഉവ്വ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഓടും കേട്ടോ, പിന്നെ നീ ഇവിടെ കിടക്കും എന്ന് സ്മിത ചേച്ചി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു സമയത്ത് ആ ഒരു ഏരിയയിൽ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, നമുക്കവിടെ മാറിയിരിക്കാം. അത് ടെറസിൻ്റെ ആ ഒരു സൈഡ് മൂലയായിരുന്നു. തൊട്ടടുത്ത് ചെറിയ ചെറിയ അടുപ്പും കാര്യങ്ങളും വാർത്തിട്ടുള്ള ആ ഒരു പുക പോകുന്ന ആ ഒരു കുഴലൊക്കെ ഉണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് ഞങ്ങൾ അവിടെ സ്ഥാനം പിടിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് മഴയൊരുപ്പം തുള്ളി മുറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആ സമയം സ്മിത ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്താ മഴയല്ലേ, നിനക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ മഴയും കാര്യങ്ങളൊക്കെ? ഒരു രസമില്ലടാ ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ മഴ നനയും, പിന്നെ എപ്പോഴും നമ്മൾ മഴ നനയാം, എല്ലാം പ്രകൃതി തരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. എന്തൊക്കെയാണോ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ
അത് മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ വേണം, അതല്ലേ ലൈഫ് എന്ന് സ്മിത ചേച്ചിൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അത് ചിന്തിച്ചു. പെട്ടെന്ന് സ്മിത ചേച്ചി എന്നോട് ചോദിച്ചു, നിനക്ക് നീന്താൻ അറിയാമോ, ഈ കുളത്തിലും കായലിലും ഒക്കെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കുളവും കായലും നമ്മുടെ തോടും എല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ പോലും എന്നെ വീട്ടിൽ നിന്നാരും അങ്ങനെ വിട്ടിട്ടില്ല. പണ്ട് തൊട്ടേ ഇങ്ങനെ വിടാതെ ഇങ്ങനെ പിടിച്ചു നിർത്തിയോണ്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് സ്മൃതി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു പൊട്ടൻ തന്നെ കേട്ടോ, ഇതൊന്നും ഇത്രയും കാര്യങ്ങളൊക്കെ ഈ വീടിനടുത്ത് തന്നെ ഉണ്ടായിട്ട് നീ ഇതൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പം ഭയങ്കര നാണക്കേടാ എൻ്റെ പൊന്നി കിരണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആ സമയത്ത് സ്മിത ചേച്ചി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. മറ്റൊന്നും ആയിരുന്നില്ല, പിന്നെ സ്മിത ചേച്ചി എന്നോട് ചോദിച്ചത്, നീ പൂളിൽ ഇറങ്ങിയിട്ടുണ്ടോ കുളിച്ചിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചു. ആ സമയത്ത് സ്മിത ചേച്ചി ഉദ്ദേശിച്ചത് ഒരു പക്ഷേ വീഗാലാൻഡ് പോലുള്ള ആ ഒരു റൈഡിലൊക്കെ ഇറങ്ങി അങ്ങനെ കുളിക്കുന്ന കാര്യങ്ങൾ വല്ലതും ആണോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. പക്ഷേ സ്മിത ചേച്ചി പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒപ്പം പൂളിലിറങ്ങി കുളിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളായിരുന്നു ചേച്ചി ഉദ്ദേശിച്ചത്. അന്ന് കോളേജ് ലൈഫിൽ ആ ഒരു സമയത്ത് നീന്തലിൻ്റെ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ സ്മിത ചേച്ചി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു സ്മിത ചേച്ചി ആ ഒരു നീന്തലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചെടുത്തത്. അങ്ങനെ മഴയൊരു തുള്ളി മുറിഞ്ഞ സമയത്ത് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് താഴോട്ട് പോയാലോ, ഇവിടെ മഴയെല്ലാം തീർന്നിട്ടുണ്ട്, നീ വന്ന സമയത്ത് തന്നെ മഴയെല്ലാം പോയി ഛേ എന്ന് പറഞ്ഞ് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാനൊന്ന് പറഞ്ഞു, അതെ ഇനി എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് ഞാനത് പറയുന്ന സമയത്ത് സ്മിത ചേച്ചി ഒന്ന് ഞെട്ടി, അതെന്താ നിനക്ക് വീട്ടിൽ കയറാൻ പറ്റാത്തേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ മറുപടി പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഞാൻ ഇറങ്ങി അങ്ങോട്ട് പോയി ശേഷം ഞാൻ തിരിച്ചു കയറുന്ന സമയത്ത് അമ്മയും അച്ഛനും എല്ലാവരും ചോദിക്കില്ലേ ഞാൻ എവിടെ പോയെന്ന്, അപ്പം ഞാൻ എന്താ പറയണ്ടേ എന്ന് പറയുമ്പോൾ സ്മിത ചേച്ചി എന്നോട് ചോദിച്ചു, നീ വന്ന പോലെ അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയപ്പോരെ എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, അതേ വന്ന സമയത്ത് ഞാൻ അടുക്കള കതവും എല്ലാ കാര്യങ്ങളും അടച്ചിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ ആ സമയത്ത് വീട്ടിലെല്ലാവരും ഉറക്കമായിരുന്നു. ഈ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ചിലപ്പോൾ എഴുന്നേക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെയാലും ചോദിക്കും, അതൊരു പ്രശ്നമാണ്. ഞാൻ ഇപ്പം എല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ടാണ് വന്നത്. ഇപ്പം അവർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണെന്ന്. ഞാൻ തിരിച്ചു നേറിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും എന്ന് ഞാൻ സ്മിത ചേച്ചിയുടെ അടുത്ത് പറയുമ്പോൾ സ്മിത ചേച്ചിയോട് പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇവിടെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം, ഞാനേതായാലും നിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചോ അല്ലേ എന്ന് സ്മിത ചേച്ചീൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി. അങ്ങനെ അന്നത്തെ ദിവസം സ്മിത ചേച്ചി എന്നെയും വിളിച്ചുകൊണ്ട് താഴേക്ക് പോയി. ആ സമയം സ്മിത ചേച്ചിയുടെ അമ്മായിയമ്മ നല്ല കൂർക്കം വലിച്ചുറക്കമായിരുന്നു. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴും തന്നെ നല്ല ഉറക്കത്തിൻ്റെ ആ ഒരു കൂർക്കം വലി കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ സ്മിത ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി അമ്മായിയമ്മ എങ്ങനെ എഴുന്നേക്കുമോ, പിന്നെ പ്രശ്നം എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സ്മിത ചേച്ചി എനിക്ക് മറുപടി തന്നു, അതിപ്പോഴെങ്ങും എണീക്കത്തൊന്നുമില്ല, ഏകദേശം ഒരു 7 മണി 8 മണി, അല്ലാതെ ഇപ്പോഴെങ്ങും എണീക്കുന്ന കോളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് നീ ആ ഒരു കാര്യത്തിലൊന്നും പേടിക്കണ്ട, നേരെ വന്നു കയറി കിടന്നുറങ്ങിയാൽ മാത്രം മതി, പിന്നെ ആർക്കും ശല്യമൊന്നും ഉണ്ടാക്കാതെ അവിടെ മാറി കിടന്നോണം, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ പതുക്കെ പതുക്കെ സ്മിത ചേച്ചിക്കൊപ്പം ഞാൻ അടുക്കള വഴി അകത്തേക്ക് കയറി. അകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടം പൂച്ച പമ്മി പമ്മി എങ്ങനെയാണോ വരുന്നത് ആ ഒരു രീതിയിലായിരുന്നു ഞാൻ പോകുന്നത്. അപ്പം തന്നെ പെട്ടെന്ന് സ്മിത ചേച്ചി എന്നെ കണ്ടിട്ട് പറഞ്ഞു, നീ എന്താ മോഷ്ടിക്കാൻ വല്ലതും പോവുകയാണോ, ഇങ്ങനെ പമ്മി പമ്മി പോകാൻ, ഒന്ന് അനങ്ങി വാ എൻ്റെ കുഞ്ഞെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, സ്മിത ചേച്ചിക്ക് ഞാൻ പേടിയൊന്നുമില്ലേ, എന്നെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനൊക്കെ ഞാനെന്തിനെ പേടിക്കുന്നേ എന്നൊക്കെ സ്മിത ചേച്ചി എൻ്റെ അടുത്ത് തിരിച്ച് പറഞ്ഞു. ഞാൻ അകത്ത് മുഴുവനായി കയറി അവിടേക്ക് ചെല്ലുന്ന സമയത്ത് സ്മിത ചേച്ചി എനിക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. പെട്ടെന്ന് നേരത്തെ ഞാൻ ഉടുത്തിരുന്ന ഒരു കൈലി ഉണ്ടായിരുന്നു, അതായത് ഒരു ലുങ്കി, അത് സ്മിത ചേച്ചിയുടെ ഭർത്താവിൻ്റെ തന്നെയായിരുന്നു. ആ ഒരു ഡ്രസ്സ് തന്നെ സ്മിത ചേച്ചി എടുത്ത് എനിക്ക് തന്നു. നന്നായിട്ട് മഴ നനഞ്ഞിട്ടുണ്ടായത് കൊണ്ട് തന്നെ എൻ്റെ തല തോർത്താനുള്ള തോർത്തും കാര്യങ്ങളൊക്കെ സ്മിത ചേച്ചി തന്നെയാണ് എടുത്തു തന്നത്. എനിക്ക് തോർത്തും കാര്യങ്ങളൊക്കെ എടുത്തു തന്നിട്ട് വേറെ തോർത്തും എടുത്ത് സ്മിത ചേച്ചി വാഷ്റൂമിലേക്ക് പോയി തലയൊന്ന് വാഷ് ചെയ്യാനാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ സ്മിത ചേച്ചി ഒന്ന് ഫ്രഷായിട്ട് വന്ന് നേരെ വന്ന സമയത്ത് തന്നെ ഞാൻ അടുത്തത് നേരെ കുളിമുറിയിലേക്ക് പോയി. ആ സമയത്ത് ഞാനൊന്ന് ഫ്രഷായി തിരിച്ച് മുറിയിലേക്ക് വരുമ്പോൾ നല്ല മണമുണ്ടായിരുന്നു മുറിക്കകത്ത്. പെട്ടെന്ന് തന്നെ ഞാൻ സ്മിത ചേച്ചിയോട് പറഞ്ഞു,
ചേച്ചി ആ ഒരു സ്മെല്ല് നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ചേച്ചി എന്നെ പറഞ്ഞു, ആ അത് ഞാൻ ചെറിയതായിട്ടൊന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു സ്മെല്ല്. എന്താ നിനക്ക് ഇഷ്ടമാണല്ലോ ആ സ്മെല്ല് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചി അതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്പ്രേ ആണ്, അത് ചേച്ചി അങ്ങനെ അടിച്ച് കളയണ്ട കേട്ടോ, പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെ ചേച്ചി അത് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ പറയുന്ന സമയത്ത് ചേച്ചി ആ ഒരു നിമിഷം തന്നെ ഉവ്വ എന്ന് മറുപടി പറഞ്ഞിട്ട് നേരെ കട്ടിലേക്ക് കയറി കിടന്നു. പെട്ടെന്ന് ഞാൻ സ്മൃതി ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഒറ്റയ്ക്കാണോ ഈ കട്ടിലിങ്ങനെ കിടക്കുന്നത്, കുട്ടിയും അവിടെയാണ് കിടക്കുന്നത് എന്ന് ഞാൻ ചോദിച്ച സമയത്ത് സ്മൃതി ചേച്ചി എന്നെ മറുപടി പറഞ്ഞു, അതെ അവൾ അവിടെയാണ് കിടക്കുന്നത്, അമ്മയുടെ കൂടെ കിടക്കും, അതാണ് എനിക്കും കംഫർട്ട്, അല്ലെങ്കിൽ ഉറങ്ങാനും കാര്യങ്ങളൊക്കെ പാടാണ്, അതുകൊണ്ട് തന്നെ രാത്രിയിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ, അത് എപ്പോഴും ഒരു ബോറടിയാണ്, പിന്നെ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാമല്ലോ, ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഞാൻ സ്മൃതിച്ച് ഒന്ന് നോക്കി ചിരിച്ചു. ഉവ്വ എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്നു. പെട്ടെന്ന് ഞാൻ അവിടെ കിടന്ന സമയത്ത് താഴെയായിരുന്നു കിടന്നത്. ആ ടൈമിൽ സ്മൃതിച്ച് കട്ടിൽ നിന്ന് എന്നെ നോക്കി, അതെന്താടാ നീ ഒന്ന് ആക്കി പറഞ്ഞേ ഉവ്വ എന്നൊക്കെ, എന്തൊക്കെയോ വെച്ചൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടല്ലോ എന്ന് സ്മൃതിച്ച് എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നോ ഞാനൊന്നും വിചാരിച്ചിട്ടില്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് സ്മൃതി കിടന്നു കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം, അതായത് സ്മൃതി എടുത്ത് ഒരുപാട് സംസാരിക്കണം, പിന്നെ കമ്പനി കൊള്ളണം, പിന്നെ ഇപ്പോഴിതാ സ്മൃതി ചേച്ചി എനിക്ക് നല്ല പരിചരണയും കെയറിങ്ങും എല്ലാം തരുന്നുണ്ട്, അതും സ്മൃതി ചേച്ചിയുടെ ആ ഒരു റൂമിൽ തന്നെ. ഇതിൽ കൂടുതൽ ഇനി എനിക്കെന്ത് കിട്ടാനാണ് എന്നൊരു നിമിഷം ഞാൻ ചിന്തിച്ചു. സമയം ഒരുപാട് വൈകിയ നേരത്ത് സ്മിത ചേച്ചി എന്നോട് ചോദിച്ചു, എടാ നിനക്ക് പേടിയൊന്നും ആവുന്നില്ലേ ഈ രാത്രിയിൽ ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കാനൊക്കെ ആയിട്ട്? അത് ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, എനിക്കങ്ങനെ പേടിയും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ വീട് മാറി കിടക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്, അതിൻ്റെ ഒരു ടെൻഷൻ അത്രമാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സ്മിത ചേച്ചിന് പറഞ്ഞു, ആ ഇതെല്ലാം ശീലമായിക്കോളും എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചു, ചേച്ചി എന്താ ഉദ്ദേശിച്ചത്? അങ്ങനെ സമയം കടന്നുപോയി. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ലായിരുന്നു. ആ ഒരു മുറിയിൽ കിടന്നിട്ട് പതുക്കെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അത് മറ്റൊന്നും ആയിരുന്നില്ല, കുറച്ച് വെള്ളം കുടിക്കാനായിരുന്നു. ആ സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്മിത ചേച്ചിയും എൻ്റെ കൂടെ ഇറങ്ങി. എന്താ നിനക്കെന്ത് വേണം എന്ന് സ്മിത ചേച്ചി എന്നോട് ചോദിച്ചു. ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് നടക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് വെള്ളം എടുത്തു തരാനും എല്ലാത്തിനും സ്മിത ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പതുക്കെ പമ്മിയാണ് നടക്കുന്നത്. അത് കാണുമ്പോൾ സ്മിത ചേച്ചിക്ക് ചിരി വരുന്നുണ്ടായിരുന്നെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. നീ എന്താ ഇങ്ങനെ നടക്കുന്നത് ചെക്ക എന്ന് പറഞ്ഞ് എന്നെ സ്മിത ചേച്ചി കളിയാക്കുമ്പോൾ ഞാൻ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. പതുക്കെ സ്മിത ചേച്ചി അവിടേക്ക് വന്നു. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ നിന്നും എന്തോ തിളപ്പിച്ചാറ്റിയ വെള്ളം അത് കോരി മുക്കിയെടുത്ത് എനിക്ക് തന്നു. എന്നാ കുടിച്ചാട്ടെ, നന്നായിട്ട് കുടിക്കുക എന്ന് സ്മിത ചേച്ചി പറഞ്ഞു. നിന്റെ ദാഹം മുഴുവൻ മാറട്ടെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്നും കുടിച്ചാലൊന്നും എൻ്റെ ദാഹം മാറില്ല എന്ന് പറയുമ്പോൾ സ്മിത ചേച്ചി എൻ്റെ കയ്യിലൊരു ചെറിയ അടി തന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി നിനക്കെന്താ വേണ്ടതെന്ന്, നിനക്കിപ്പം കള്ളു കുടിക്കണം അല്ലേ എന്ന് സ്മിത ചേച്ചി ഒരു തമാശ നമ്പർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി ചില സമയത്തല്ലേ ഞങ്ങൾ കോളേജ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്, അതൊക്കെ ഒരു രസമല്ലേ ചേച്ചി എന്ന് പറയുമ്പോൾ സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ആ അതൊക്കെ രസം തന്നെ, പക്ഷേ ഓവറാവരുത്, എൻ്റെ കുട്ടൻ ഓവറായി കഴിഞ്ഞാലാണ് പ്രശ്നമാകുന്നത് എന്ന് സ്മിത ചേച്ചി ഒരു കളിതമാശ എന്നിവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ വെള്ളം പാതി കുടിച്ചു കഴിഞ്ഞ സമയത്ത് ഞാൻ ഗ്ലാസ് ഇവിടെ വെക്കാനായിട്ട് അങ്ങോട്ട് വെക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് തന്നെ സ്മിത ചേച്ചി എൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് തട്ടിപ്പറിച്ചു. ഇതിൽ വെള്ളം ഉണ്ടല്ലോ, അത് മുഴുവൻ കുടിക്കാതെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, രാത്രിയിൽ അധികം വെള്ളം കുടിക്കാറില്ല, കുറച്ച് ദാഹിച്ചു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സ്മിത ചേച്ചി അത് ബാക്കി മുഴുവൻ സ്മിത ചേച്ചി എന്നെ കുടിച്ചു. അത് കണ്ടപ്പോൾ ഞാൻ ഒരു അത്ഭുതത്തോടെ നോക്കിയിരുന്നു. സ്മിത ചേച്ചി അങ്ങനെ മറ്റൊരു ചിന്തകളോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെ ഫോർമാലിറ്റി ഒന്നുമില്ലാത്ത ഒരു സാധു സ്ത്രീ, അതായിരുന്നു സ്മിത ചേച്ചി. അത് എനിക്ക് മനസ്സിലാക്കിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 5 മണി 6 മണി ആ ഒരു സമയമായപ്പോൾ തന്നെ സ്മിത ചേച്ചി എന്നെ ഒന്ന് വിളിച്ചു. സമയം 5:30 കഴിഞ്ഞു കേട്ടോ എന്ന് എൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ ഞാൻ വെറുതെ എഴുന്നേറ്റു. ആ സമയം എന്തോ പുറത്ത്
നല്ല ഇടിയും മഴയും ഇപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും എഴുന്നേറ്റ് കാണില്ല എന്നെനിക്കറിയാമായിരുന്നു. ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. വീട്ടിലേക്കായിരുന്നു നടന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ ആരും കാണാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ സമയത്ത് അമ്മയും അച്ഛനും എല്ലാവരും ഉറക്കം തന്നെയായിരുന്നു. ഞാൻ വീട്ടിൽ കയറി എൻ്റെ മുറിയിലേക്ക് കിടന്നു. ആ സമയത്ത് വല്ലാത്തൊരാശ്വാസമായിരുന്നു. എന്തോ എന്തോ കിട്ടിയൊരാശ്വാസം. അങ്ങനെ ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു കഥയിലേക്ക് പോകാം. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ബൈ ബൈ, പിന്നെ കാണാം.